ഏകാന്തത, വിഷാദം, ഒഴിവാക്കൽ, സമ്മർദ്ദം എന്നിവ കുറയ്ക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണ് ഫ്ലർട്ടിംഗ്. ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഭാര്യമാരെ ചുംബിക്കുന്ന പുരുഷന്മാർക്ക് കാർ അപകടങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. ഹൃദയമിടിപ്പ് യഥാർത്ഥമാണ്. വിവാഹമോചനം, ശാരീരിക അകലം അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളുടെ നഷ്ടം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ യഥാർത്ഥ ശാരീരിക വേദനയ്ക്ക് കാരണമാകുമെന്ന് ഗവേഷണം കാണിക്കുന്നു. തകർന്ന ഹൃദയ സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഒരു യഥാർത്ഥ അവസ്ഥയാണിത്. ചുംബനം നമ്മെ ഇഷ്ടപ്പെടുന്നതായി തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നു. മാത്രമല്ല, ഇത് ദീർഘകാല പ്രണയം നിലനിർത്തുന്നതിൽ ഒരു വലിയ പങ്കുണ്ട്. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. പ്രണയത്തിലായിരിക്കുന്നത് നിങ്ങളുടെ ഉൽപാദനക്ഷമത കുറയ്ക്കും. സ്നേഹം അക്ഷരാർത്ഥത്തിൽ അന്ധമാണ്. നിങ്ങളുടെ കാമുകനെ മറ്റാളുകൾ എന്തു പറഞ്ഞാലും പ്രശ്നമല്ല. അവൻ അല്ലെങ്കിൽ അവൾ എപ്പോഴും നിങ്ങളുടെ കണ്ണിൽ തികഞ്ഞവനാണ്. അവനെപ്പോലത്തെ ഒരു കുട്ടി ഉണ്ടായിരിക്കുന്നതിൽ നിങ്ങൾ അഭിമാനിക്കുകയാണെങ്കിൽ മാത്രം ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുക. ആരോഗ്യകരമായ ബന്ധം ഒരിക്കലും നിങ്ങളുടെ ചങ്ങാതിമാരെയോ സ്വപ്നങ്ങളോ അന്തസ്സോ ത്യജിക്കാൻ ആവശ്യപ്പെടില്ല. എത്ര ശക്തമാണെങ്കിലും ഒരിക്കലും ഒരു പഴയ സ്നേഹത്തിലേക്ക് മടങ്ങരുത്. വീണ്ടും വീണ്ടും വായിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ അവസാനം എന്താകുമെന്ന് നിങ്ങൾക്ക് ഇതിനകം അറിയാം. നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്തപ്പോൾ പോലും നിങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിക്കുന്ന ഒരു വേദനാജനകമായ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് അമിതമായി ചിന്തിക്കൽ. സ്നേഹം എപ്പോഴും ശാരീരിക സവിശേഷതകളിൽ നിന്ന് ആരംഭിക്കുന്നു. മികച്ച ബന്ധം ഉപദേശം നൽകുന്ന ആളുകൾ സാധാരണയായി സിംഗിൾസാണ്. നിങ്ങൾ അവനെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? ഞാനൊരു പേര് പരാമർശിച്ചോ? ഇല്ല, ഞാൻ ചെയ്തില്ല. എന്നിട്ടും നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചു. ഇതൊരു സാധാരണ മാനസിക പ്രതികരണമാണ്. സ്നേഹം നിർമ്മലമാണ്. സ്നേഹം വേദനാജനകമാണ്. സ്നേഹം മധുരവും ഭയങ്കരവുമാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കൈപിടിക്കുന്നത് ശാരീരിക വേദനയും സമ്മർദ്ദവും ഭയവും ലഘൂകരിക്കാനാവും. അവനെ ഒരു പുരുഷനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു സ്ത്രീയിലാണ് അവൻ വീഴുന്നത്. ഹൃദയവേദന യഥാർത്ഥമാണ്. ശാരീരിക വേദനയുമായി ബന്ധപ്പെട്ട് തലച്ചോറിൻ്റെ ഭാഗങ്ങളിൽ ശക്തമായ പ്രവർത്തനം ഉണ്ടാക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരാളെ കാണുമ്പോൾ നിങ്ങളുടെ വയറ്റിൽ ചിത്രശലഭങ്ങൾ പോലെ തോന്നുന്നതെന്താണ്? യഥാർത്ഥത്തിൽ അഡ്രിനാലിൻ മൂലമുണ്ടാകുന്ന ഒരു സ്ട്രെസ് പ്രതികരണമാണ്. രാവിലെ അവരുടെ ഭാര്യമാരെ ചുംബിക്കുന്ന പുരുഷന്മാർ 5 വർഷം വരെ കൂടുതൽ ജീവിക്കുമെന്ന് കരുതപ്പെടുന്നു. സ്നേഹത്തിൽ തലച്ചോറിൻ്റെ വിഷ്വൽ ഭാഗത്ത് കൂടുതൽ പ്രവർത്തനം പുരുഷന്മാർ കാണിക്കുന്നു. പ്രണയത്തിലെ സ്ത്രീകൾ തലച്ചോറിലെ മെമ്മറി നിയന്ത്രിക്കുന്ന ഭാഗത്ത് കൂടുതൽ പ്രവർത്തനം കാണിക്കുന്നു. ആഴത്തിലുള്ള ശബ്ദങ്ങളുള്ള പുരുഷന്മാർ ഉയർന്ന ശബ്ദങ്ങളുള്ള പുരുഷന്മാരെക്കാൾ സ്ത്രീകളാൽ കൂടുതൽ ആകർഷകരാവാനുള്ള സാധ്യതയുണ്ട്. സമാനമായ ഗുണങ്ങളുള്ള ദമ്പതികൾ റൊമാൻറ്റിക് ബന്ധത്തിൽ നിലനിൽക്കാൻ സാധ്യതയില്ല. നിങ്ങളെ വിശ്വസിക്കുന്ന ഒരാളോട് ഒരിക്കലും കള്ളം പറയരുത്. നിങ്ങളോട് കള്ളം പറയുന്ന ഒരാളെ ഒരിക്കലും വിശ്വസിക്കരുത്. സ്ത്രീകൾ എളുപ്പത്തിൽ പ്രണയത്തിലാകില്ല. അവർ പ്രണയത്തിലാകാൻ 14 ഡേറ്റുകൾ എടുക്കും. പുരുഷന്മാർ ഈ വസ്തുതയിൽ കൂടുതൽ ആത്മാർത്ഥതയുള്ളവരാണ്. അത് അവർക്ക് 3 ഡേറ്റുകൾ മതി. നമ്മളെപ്പോലെ കാണപ്പെടുന്ന ഒരാളുമായി നമ്മൾ പ്രണയത്തിലാകുന്നു. പ്രിയപ്പെട്ടവർ മൂലമുണ്ടാകുന്ന കണ്ണുനീരാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേദനാജനകമായ വികാരത്തിന് കാരണമാകുന്നത്. നിങ്ങളുടെ ആരോഗ്യത്തിന് ഭക്ഷണവും വ്യായാമവും പോലെ ബന്ധങ്ങൾ പ്രധാനമാണ്. ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ അവളുടെ കണ്ണുകൾ നോക്കൂ. നമ്മൾ പ്രണയത്തിലായിരിക്കുമ്പോൾ 45% വരെ കൃഷ്ണമണി വികസിക്കുന്നു. OCDയുടെ ലക്ഷണമായ സെറോട്ടോണിൻ ഒരു തുള്ളി സ്നേഹം കാരണമാകുന്നു. ഇത് നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം അക്ഷരാർത്ഥത്തിൽ മനോഹരമാക്കുന്നു. പുരുഷന്മാർ വെറും 3 ദിവസത്തിനു ശേഷം പ്രണയത്തിൽ വീഴുന്നു. പക്ഷേ സ്ത്രീകൾ 13 ദിവസം വരെ എടുത്തേക്കാം. ഏറ്റവും കൂടുതൽ ചുംബനങ്ങളുള്ള ചിത്രമായ ഡോൺ ജുവാൻ
ജോൺ ബാർമോറും മേരി ആസ്റ്റോർ തമ്മിലുള്ളതാണ്. ലോകമെമ്പാടുമുള്ള പുരുഷന്മാർ തങ്ങളെക്കാൾ 3 വയസ്സ് കുറഞ്ഞ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു. ചില സ്ഥലങ്ങളിൽ പുരുഷന്മാർ സാധാരണയായി 5 വർഷം ഇളയ ഭാര്യയെ തിരഞ്ഞെടുക്കുന്നു. അവർ 3-ാം തവണയും വിവാഹം കഴിച്ചാൽ പലപ്പോഴും 8 വയസ്സ് പ്രായം കുറഞ്ഞ ഒരാളെ വിവാഹം കഴിക്കുന്നു. സന്തോഷം പകർച്ചവ്യാധിയാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സന്തുഷ്ടനായ ഒരാളിൽ നിന്ന് മാറി നിൽക്കുന്നത് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ സന്തോഷവാനായ ഒരാളെ സ്നേഹിക്കുന്നത് വളരെ ആസ്വാദ്യകരമാണ്. ഒരു അപരിചിതയുടെ കണ്ണിൽ പതിവായി കൂടുതൽ നോക്കുന്നത് അവരെയും നിങ്ങളെയും പ്രണയത്തിലാക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ പ്രണയത്തിനും പേടിയുടെ സമാന സമ്മർദ്ദം ചെലുത്തും. നിങ്ങൾ അതേ ഫിസിയോളജിക്കൽ പ്രതികരണങ്ങൾ, ഹൃദയമിടിപ്പ് വർധന, വിയർത്ത കൈകൾ, കൃഷ്ണമണിയുടെ വികസനം എന്നിങ്ങനെ ഉണ്ടാവും. സ്നേഹത്തിലുള്ള ദമ്പതികൾ നേത്രസമ്പർക്കം നടത്താൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നു. സ്നേഹം ഒരു കാമമോ മോഹമോ അല്ല, കാമത്തേക്കാൾ വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് പരസ്പരം എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന സമയത്താണ് ഒരു യഥാർത്ഥ ബന്ധം. അവിടെ രഹസ്യങ്ങളും നുണകളുമില്ല. ദൂരം ഒരു ബന്ധം നശിപ്പിക്കില്ല. പ്രണയത്തിലാകാൻ നിങ്ങൾ ദിവസവും ആരെയെങ്കിലും കാണേണ്ടതില്ല. പരസ്പരം സമാനമായ ദമ്പതികൾ നിലനിൽക്കാൻ സാധ്യതയില്ല. 3 മുതൽ 5 മാസം വരെ അവരുടെ ബന്ധങ്ങളിൽ അടിയുണ്ടാക്കി കഴിഞ്ഞാൽ ആളുകൾ അത് വേർപെടുത്താൻ സാധ്യതയുണ്ട്. മനുഷ്യർ വ്യക്തിഗത ശ്രദ്ധയും വ്യക്തിഗതമാക്കലും ഇഷ്ടപ്പെടുന്നു, പ്രത്യേകിച്ചും ചെറിയ സമ്മാനങ്ങൾ വരുമ്പോൾ. നിങ്ങൾ ആരെയെങ്കിലും ഇഷ്ടമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ 4 മിനിറ്റ് വരെ മാത്രമേ എടുക്കൂ. അപകടകരമായ ഒരു സാഹചര്യത്തിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കണ്ടുമുട്ടുകയാണെങ്കിൽ, ഒരു സ്ത്രീ അപകടകരമായ ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യനെ കണ്ടുമുട്ടുന്നു എങ്കിൽ അവർ പരസ്പരം പ്രണയത്തിലാകാൻ സാധ്യതയുണ്ട്. പ്രണയ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി അഭിനിവേശം, പ്രതിബദ്ധത, അടുപ്പം എന്നിവയുടെ സംയോജനമാണ് തികഞ്ഞ സ്നേഹം. ഉയർന്ന ഐക്യമുള്ള പുരുഷന്മാർ അവരുടെ പങ്കാളികളെ വഞ്ചിക്കാനുള്ള സാധ്യത കുറവാണ്. പ്രകൃതിദത്ത വേദന സംഹാരികളെ ഇല്ലാതാക്കാൻ കെട്ടിപ്പിടുത്തം സഹായിക്കും. ഒരു ബന്ധത്തിൽ ആയിരിക്കുക എന്നാൽ ഡേറ്റിങ്ങോ ഷോ ഓഫോ അല്ല, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന വ്യക്തിയുമായി ഇരിക്കുക എന്നതാണ്. നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ആളുകളോട് പറഞ്ഞില്ലെങ്കിൽ ബന്ധങ്ങൾ നീണ്ടുനിൽക്കും. പുരുഷന്മാർ നല്ല ശരീരഭാഷ നിലനിർത്തുക. ഒരു മനുഷ്യൻ ആദ്യമൊരു സ്ത്രീയെ സമീപിക്കുമ്പോൾ അവൾ അയാളുടെ 7% പ്രാരംഭ ഇംപ്രഷനും 38% സംസാരിക്കുന്ന രീതിയിലും 55% അദ്ദേഹത്തിൻ്റെ രൂപത്തിലും ശരീരഭാഷയിലും ശ്രദ്ധിക്കും. ഒരാളെ സ്നേഹിക്കുകയും പകരം സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ രക്തത്തിൽ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്നതിനാൽ മുറിവുകൾ വേഗത്തിൽ സുഖപ്പെടുത്തുന്നു. ചിലപ്പോൾ നിങ്ങൾ സ്വയം ആളുകളിൽ നിന്ന് അകലേണ്ടത് ആവശ്യമാണ്. അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ അത് മനസ്സിലാക്കും. അവർ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അവരുമായി എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കും. സ്നേഹത്തിൽ വീഴുന്ന പ്രവൃത്തി ഒരു വ്യക്തിയുടെ ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കുന്ന പ്രാബല്യത്തിൽ വരും. ഇത് 1 വർഷം കൊണ്ട് നാഡീ വളർച്ചയുടെ അളവ് വർദ്ധിപ്പിക്കും.